നിങ്ങൾക്ക് സർപ്രൈസസ് കിട്ടിയിട്ടുണ്ടോ? നമുക്ക് കൊടുക്കുന്ന സർപ്രൈസോ നമുക്ക് മറ്റുള്ള മനുഷ്യന്മാര് വാങ്ങിച്ചിരുന്ന സർപ്രൈസോ അല്ല, പടച്ചോന്റെ ഭാഗത്തു നിന്നുള്ള സർപ്രൈസ്. പടച്ചോൻ മീൻസ് നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത്, വീഡിയോ കാണുന്നവർ ആരെയാണോ വിശ്വസിക്കുന്നത് അവര് ഭാഗത്ത് നിന്ന് കിട്ടുന്ന സർപ്രൈസ്. ഞാനിപ്പോ എനിക്കിത് എടുത്തു തോന്നാനായിട്ടുള്ള 2 ഇൻസിഡൻസ് ഞാൻ പറയാം. ഞാനിപ്പം അത് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ്. എന്നുവെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം മന്തി കഴിക്കണം, മന്തിനെ പറ്റി സംസാരിച്ചു. ഞാൻ കഴിച്ചിട്ട് കുറച്ച് നാളായി എന്നൊക്കെ ഞാനിങ്ങനെ സംസാരിച്ചു. അന്ന് വൈകിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് മന്തി കിട്ടി. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ ഭാഗത്തു നിന്നാണ് എനിക്കിത് കിട്ടിയത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലും ഇല്ല. ചെറിയത് വാങ്ങിച്ചത് ഞാൻ പൈസ ഇല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ ഭാഗത്ത് നിന്ന് കിട്ടി. നമ്മുടെ ആ ഒരു ആഗ്രഹം എന്താ പറയാ സാധിച്ചു. അത് പടച്ചോൻ തന്നൊരു ഗിഫ്റ്റ് ആയിട്ട് കാണാനാണ് എനിക്കിഷ്ടം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്റെ കല്യാണമൊക്കെ ആയതുകൊണ്ടിട്ട്. അപ്പൊ ഞാൻ എല്ലാത്തിനും സാമ്പിളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊഡക്ട്സ് ഒക്കെ തീർന്നു. അപ്പൊ പുതിയത് വാങ്ങിക്കാനായിട്ട് പൈസ ഇല്ല. ഇന്ന് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് പൈസ കിട്ടി. ഇവൻ എന്താ പറയാ, നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു കാര്യം പടച്ചോൻ നമുക്ക് വേണ്ടി സാധിച്ചു തരാനായിട്ട് ഓരോ മനുഷ്യരെ വിടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പടച്ചോന്റെ ഭാഗത്ത് നിന്ന് തന്നെ സർപ്രൈസ് ആയിട്ട് കാണാനാണ് എനിക്കിഷ്ടം. നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് അങ്ങനെ. എന്നിട്ടും സ്റ്റിൽ പടച്ചോനും ഉണ്ട് നമുക്ക് സർപ്രൈസ് തരാൻ, നമ്മളും ഉണ്ട് നമുക്ക് സർപ്രൈസ് കൊടുക്കാൻ. എന്നിട്ടും നമ്മൾ എന്ത് സങ്കടമുള്ള ആൾക്കാരാണ്. ഞാൻ പ്രത്യേകിച്ച് എന്റെ ബർത്ത്ഡേക്ക് അവരെന്നെ വിഷയം ഇവരെന്നെ വിഷയം എന്നൊക്കെ എക്സ്പെക്ട് ചെയ്യും. ഇപ്പൊ അത്രയില്ല, കൊണ്ട് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യാറ്. അവര് ഗിഫ്റ്റ് തരും, ഇവര് ഗിഫ്റ്റ് തരും, ഒരു സർപ്രൈസ് ആയിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും നടന്നിട്ടില്ല. എന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ടിരുന്ന വിഷമം, എന്താ പടച്ചോനെ എനിക്ക് മാത്രം ഇങ്ങനെ ഒന്നും ഇല്ലാത്ത, എനിക്ക് സർപ്രൈസ് തരാൻ ആരുമില്ല. പക്ഷെ ഇപ്പൊ ഈ 2-3 ഇൻസിഡൻസ് ഇങ്ങനെ അടുപ്പിച്ച് നടന്നപ്പോൾ ഞാൻ റിയലൈസ് ചെയ്യണം, എനിക്ക് പടച്ചോ സർപ്രൈസസ് തന്നെ ഉണ്ട്. ഞാൻ അത് മനസ്സിലാക്കാണ്ട് പടച്ചവനോട് പരാതി പറയുന്നുണ്ട്. എനിക്ക് അവര് തന്നെയല്ലേ ഇവര് തന്നെയല്ല. നമ്മ എന്ത് മനുഷ്യൻ, നമ്മല്ല ഞാൻ അപ്പൊ റിയലൈസ് ചെയ്തു ഞാൻ എന്ത് മനുഷ്യനാണെന്ന്. നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ?